മലയാള സിനിമയിലെ ഏറ്റവും പണക്കാരിയായിട്ടുള്ള സിനിമാ നടി മഞ്ജു വാര്യറാണോ അതോ കാവ്യ മാധവനാണോ? എന്നാൽ ഇവർ രണ്ടുപേരുമല്ല മലയാളത്തിലെ ഏറ്റവും പണക്കാരിയായിട്ടുള്ള സിനിമാ നടി. മലയാളത്തിലെ ഏറ്റവും സമ്പന്നയായിട്ടുള്ള സിനിമാ നടി ആരാണെന്നറിയുന്നതിന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10 സിനിമാ നടിമാരെ പറ്റിയും അവരുടെ മറ്റു വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്കൊരു കുഞ്ഞു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക. മലയാള സിനിമയിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10 നടിമാരിൽ 10ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള ഐശ്വര്യലക്ഷ്മിയാണ്. താരത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 10 മുതൽ 20 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്ക് 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത്. സിനിമ അഭിനയം കൂടാതെ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ തുടങ്ങിയവയാണ് താരത്തിന്റെ മറ്റു വരുമാന മാർഗങ്ങൾ. തിരുവനന്തപുരംകാരിയായ ഐശ്വര്യലക്ഷ്മി മോഡലിംഗിലൂടെയാണ് കരിയർ ആരംഭിച്ചത്. ശ്രീലക്ഷ്മി എന്ന് അച്ഛനും ഐശ്വര്യ എന്ന് അമ്മയും പേരിട്ട് വിളിച്ചപ്പോൾ അത് രണ്ടും ചേർത്ത് ഐശ്വര്യലക്ഷ്മി എന്ന പേര് സ്വീകരിക്കുകയായിരുന്നുവെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഐശ്വര്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. MBBS പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഐശ്വര്യലക്ഷ്മി അഭിനയ ലോകത്തേക്ക് വരുന്നത്. നിവിൻ പോളിയുടെ നായികയായി ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമയിലൂടെയായിരുന്നു തുടക്കം. പക്ഷേ ഹൈപ്പ് കിട്ടിയത് മായാനദി എന്ന ടോവിനോ ചിത്രത്തിലൂടെയായിരുന്നു. 81 ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ഒരു മെഴ്സിഡസ് ബെൻസ് GLC 220D എന്ന വാഹനം ഐശ്വര്യലക്ഷ്മിക്ക് സ്വന്തമായുണ്ട്. കൂടാതെ കൊച്ചിയിലൊരു വീടും ചെന്നൈയിൽ മനോഹരമായൊരു ഫ്ളാറ്റും താരത്തിനുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ നടിയായിട്ടുള്ള പാർവതി തിരുവോത്താണ്. പാർവതി തിരുവോത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 15 മുതൽ 25 കോടി രൂപ വരെയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. സിനിമ അഭിനയം കൂടാതെ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയാണ് താരത്തിന്റെ മറ്റു വരുമാന സ്രോതസ്സുകൾ. ഒരു സിനിമയ്ക്ക് 50 ലക്ഷം മുതൽ 1 കോടി വരെയാണ് പ്രതിഫലമായി ഈടാക്കുന്നത്. 2006 ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന പാർവതി തിരുവോത്ത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം നിരവധി സംസ്ഥാന ഫിലിംഫെയർ അവാർഡുകൾ നേടിയിട്ടുണ്ട്. എന്ന് നിന്റെ മൊയ്തീൻ, ടേക്ക് ഓഫ്, ബാംഗ്ലൂർ ഡേയ്സ്, ഉയരെ തുടങ്ങിയ ചിത്രങ്ങളുടെ പ്രകടനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള നസ്രിയ നസീമാണ്. 15 മുതൽ 30 കോടി രൂപ വരെയാണ് താരത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. ഒരു സിനിമയ്ക്ക് 1 കോടി മുതൽ 2 കോടി രൂപ വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ അഭിനയം കൂടാതെയുള്ള മറ്റു വരുമാന സ്രോതസ്സുകൾ പരസ്യങ്ങൾ, ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ, കൂടാതെ ഭർത്താവായ ഫഹദ് ഫാസിലിനൊപ്പം ചേർന്ന് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയും സ്വന്തമായുണ്ട്. നസ്രിയ നസീം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മീഡിയ വേൾഡിലേക്ക് എത്തിയ ആളാണ്. കുഞ്ഞ് അവതാരകയായി സ്ക്രീനിൽ നിറഞ്ഞ നസ്രിയ പിന്നെ മലയാള സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിക്കുന്നു. ശേഷം മുൻനിര നായികമാരിൽ ഒരാളായി മാറുകയും ചെയ്തു. പോർഷെ, BMW, മിനി കൂപ്പർ, ഡിഫൻഡർ, റേഞ്ച് റോവർ അങ്ങനെ നിരവധി ലക്ഷറി വാഹനങ്ങൾ നസ്രിയയ്ക്കും ഫഹദിനുമായുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയതാരമായിട്ടുള്ള അനുപമ പരമേശ്വരനാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ ജനിച്ച അനുപമയുടെ ചെറുപ്പം മുതലെയുള്ള ആഗ്രഹം ഒരു സിനിമാ നടിയാവുക എന്നതായിരുന്നു. അങ്ങനെ ഓഡീഷനിൽ പങ്കെടുത്ത അനുപമയ്ക്ക് പ്രേമം എന്ന ചിത്രത്തിലേക്ക് അവസരം ലഭിക്കുന്നു. ചിത്രത്തിലെ ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ അനുപമയെ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം അനുപമ സജീവമായത് തെലുങ്ക് സിനിമാ ലോകത്താണ്. ഒരു സിനിമയ്ക്ക് 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് അനുപമ പരമേശ്വരൻ പ്രതിഫലമായി ഈടാക്കുന്നത്. സിനിമ അഭിനയം കൂടാതെ താരത്തിന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയാണ്. 30 മുതൽ 33 കോടി രൂപ വരെയാണ് താരത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള കീർത്തി സുരേഷാണ്. മലയാളത്തിനപ്പുറത്തേക്ക് വളർന്ന് ബോളിവുഡോളം എത്തിയ നടിയാണ് കീർത്തി സുരേഷ്. അമ്മ മേനകയുടെ വഴിയെ അഭിനയത്തിൽ സജീവമായ കീർത്തി ഇന്ന് തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട താരറാണിയാണ്. മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും മലയാളികൾക്കും പ്രിയപ്പെട്ടവളാണ് കീർത്തി. തെലുങ്കിലും തമിഴിലുമാണ് കീർത്തി ഏറ്റവും അധികം സിനിമകൾ ചെയ്തിട്ടുള്ളത്. പൈലറ്റ്സ്, അച്ഛനെയാണ് എനിക്കിഷ്ടം, കുബേരൻ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി കൊണ്ടാണ് കീർത്തി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 2013 പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു. കീർത്തി സുരേഷിന് ചെന്നൈയിൽ ഒരു വീടുണ്ട്. കൂടാതെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് ഏരിയയിൽ ഒരു അപ്പാർട്ട്മെന്റും താരത്തിന് സ്വന്തമായുണ്ട്.
1.38 കോടി രൂപ വിലമതിക്കുന്ന ഒരു BMW 7 സീരീസ് 730 LD, 81 ലക്ഷം രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് AMG GLC 43, 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു വോൾവോ S90, 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എന്നിങ്ങനെ നിരവധി വാഹനങ്ങളും കീർത്തിയുടെ കളക്ഷനിലുണ്ട്. കീർത്തി സുരേഷ് ഒരു സിനിമയ്ക്ക് 3 മുതൽ 4 കോടി രൂപ വരെയാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത്. സിനിമ അഭിനയം കൂടാതെ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ തുടങ്ങിയവയാണ് താരത്തിൻ്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ. കീർത്തി സുരേഷിൻ്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 40 മുതൽ 45 കോടി രൂപ വരെയാണ്. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള നടിയാണ് അമല പോൾ. 2019 നീലത്താമര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അമല പോൾ വളരെ പെട്ടെന്നാണ് ദക്ഷിണേന്ത്യൻ സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയത്. റൺ ബേബി റൺ, ഒരു ഇന്ത്യൻ പ്രണയകഥ, മിലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ താരം ഇടം നേടി. സിനിമയിൽ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ വലിയ നേട്ടങ്ങൾ കൊയ്ത താരം ആസ്തിയുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല. കൊച്ചിയിലും ചെന്നൈയിലുമായി കോടികൾ വിലമതിക്കുന്ന ആഡംബര വീടുകളും പ്രോപ്പർട്ടികളും അമല പോളിന് സ്വന്തമായുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും താരത്തിനുണ്ട്. 1.35 കോടി രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് S ക്ലാസ്, 77.25 ലക്ഷം രൂപ വിലമതിക്കുന്ന മെഴ്സിഡസ് ബെൻസിന്റെ E220D, കൂടാതെ 61.77 ലക്ഷം രൂപ വിലമതിക്കുന്ന Audi A6 തുടങ്ങിയ ആഡംബര കാറുകൾ അമല പോളിന്റെ ഗ്യാരേജിലുണ്ട്. ഒരു സിനിമയ്ക്ക് 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് താരം പ്രതിഫലമായി ഈടാക്കുന്നത്. സിനിമ അഭിനയം കൂടാതെ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ, സിനിമ TV പരിപാടികൾ എന്നിവയിലൂടെയാണ് മറ്റു വരുമാന സ്രോതസ്സുകൾ. അമല പോളിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 40 മുതൽ 50 കോടി രൂപ വരെയാണ്. ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള നിത്യ മേനോനാണ്. താരത്തിന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 50 മുതൽ 55 കോടി രൂപ വരെയാണ്. മലയാളത്തിന് പുറമെ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും താരം അഭിനയിക്കുന്നുണ്ട്. നിത്യ മേനോൻ ഒരു സിനിമയ്ക്ക് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് പ്രതിഫലമായി ഈടാക്കുന്നത്. 1998 ബാലതാരമായി സിനിമയിലെത്തിയ നിത്യ മേനോൻ പിന്നീട് മികച്ച നായികയായി മാറി. 60ഓളം സിനിമകളിൽ ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും നിത്യ മേനോന് സ്വന്തമായുണ്ട്. BMW X1M സ്പോർട്ട്, കൂടാതെ Audi Q5 എന്നിവയാണ് താരത്തിൻ്റെ വാഹനങ്ങൾ. സിനിമ അഭിനയം കൂടാതെ നിത്യ മേനോന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ പരസ്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയാണ്. ഈ ഒരു ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള മീര ജാസ്മിൻ ആണ്. മീര ജാസ്മിൻ്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 50 കോടി മുതൽ 60 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്ക് 30 ലക്ഷം രൂപയോളമാണ് മീര ജാസ്മിൻ പ്രതിഫലമായി വാങ്ങുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ നിരവധി ഭാഷകളിലും മീര ജാസ്മിൻ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ അഭിനയം കൂടാതെ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ കൂടാതെ നിരവധി ബിസിനസ്സുകളും മീര ജാസ്മിൻ ഉണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള മഞ്ജു വാര്യർ ആണ്. മഞ്ജു വാര്യരുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 140 മുതൽ 150 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്ക് മഞ്ജു വാര്യർ വാങ്ങുന്നത് 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ മഞ്ജു വാര്യർ എന്ന പേര് കേവലം ഒരു നടി എന്നതിലുപരി ഒരു അതിജീവനത്തിൻ്റെ പര്യായമാണ്. തെന്നിന്ത്യൻ സിനിമാ ലോകം ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആദരവോടെ വിളിക്കുന്ന മഞ്ജുവിൻ്റെ ജീവിതം ഏതൊരു സിനിമാ കഥയേക്കാളും നാടകീയവും പ്രചോദനാത്മകവുമാണ്. വ്യക്തിജീവിതത്തിലെ വലിയ തകർച്ചകളിൽ നിന്നും വെറും കൈയോടെ വീടിൻ്റെ പടിയിറങ്ങിയ ഒരു സ്ത്രീ ഇന്ന് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരമായി മാറിയത് കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ടാണ്. സിനിമ അഭിനയം കൂടാതെ ബ്രാൻഡ് പ്രമോഷനുകൾ, പരസ്യങ്ങൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയാണ് മഞ്ജു വാര്യറിൻ്റെ മറ്റ് വരുമാന മാർഗങ്ങൾ. അഭിനയത്തിന് പുറമെ പരസ്യരംഗത്തെ അനിഷേധ്യ സാന്നിധ്യമാണ് മഞ്ജു വാര്യർ. കല്യാൺ സിൽക്സ്, മൈജി, കിച്ചൺ ട്രഷർ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാം വിശ്വസ്ത മുഖമായി മഞ്ജു വാര്യർ മാറി. ഒരു സാധാരണ വീട്ടമ്മ മുതൽ സ്റ്റൈലിഷായ പ്രൊഫഷണൽ സ്ത്രീ വരെയായി മഞ്ജു പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ജനങ്ങളിലേക്ക് അത്ര വേഗം എത്തുന്നു. പരസ്യ ചിത്രങ്ങളിൽ നിന്നും കോടികളാണ് താരം സമ്പാദിക്കുന്നത്. മഞ്ജു വാര്യറിന് നിരവധി ആഡംബര വാഹനങ്ങളും സ്വന്തമായുണ്ട്. റേഞ്ച് റോവർ, വേലാർ, മിനി കൂപ്പർ ഇലക്ട്രിക്, മാരുതി സുസുക്കി ബലേനോ, കൂടാതെ BMW R1250 GS എന്ന മോട്ടോർ സൈക്കിളും മഞ്ജു വാര്യറിൻ്റെ ശേഖരത്തിലുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത് മലയാളികളുടെ പ്രിയ താരമായിട്ടുള്ള നയൻതാരയാണ്. ഡയാന മരിയം കുര്യൻ എന്ന തിരുവല്ലക്കാരി പെൺകുട്ടിയിൽ നിന്നും സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ നയൻതാരയായി മാറിയ ആ ജീവിതം ഒരു സിൻഡ്രല്ല കഥ പോലെ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. സൗത്ത് ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന പേരല്ല ഇന്ന് നയൻതാര എന്നത്. ബോളിവുഡിലും നയൻതാര അഭിനയിച്ചു കഴിഞ്ഞു. ആദ്യ പടം ഷാരൂഖ് ഖാൻ്റെ നായികയായി. അതാവട്ടെ 1000 കോടി ക്ലബിലുമെത്തി.
2003 നയൻതാര തൻ്റെ കരിയർ ആരംഭിച്ചത്. നയൻതാരയുടെ അഭിനയ ജീവിതം 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ കൂടിയാണിന്ന് നയൻതാര. ഇതുവരെ 75-ൽ പരം ചിത്രങ്ങളിൽ നയൻതാര അഭിനയിച്ചു കഴിഞ്ഞു. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് നയൻതാര സിനിമയിലേക്ക് കടന്നു വരുന്നത്. മലയാളത്തിൽ നിന്നും നയൻതാര ആദ്യം പോയത് തമിഴിലേക്കാണ്. അയ്യയും ചന്ദ്രമുഖിയുമായിരുന്നു നയൻതാരയുടെ തമിഴ് അരങ്ങേറ്റം ശ്രദ്ധേയമാക്കിയ ചിത്രങ്ങൾ. 2006-ൽ തെലുങ്കിലും നയൻതാര അരങ്ങേറ്റം കുറിച്ചു. ഇന്ന് ഒരു സിനിമയ്ക്ക് 10 കോടിയാണ് നയൻതാര പ്രതിഫലമായി കൈപ്പറ്റുന്നത്. തനിഷ്ക്, പോത്തീസ്, വാക്മേറ്റ്, ടാറ്റാ സ്കൈ, ദി ലിപ് ബാം കമ്പനി തുടങ്ങിയ 10ഓളം ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് നയൻതാര. ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റിലൂടെ 5 മുതൽ 7 കോടി രൂപ വരെ നയൻതാര പ്രതിഫലമായി കൈപ്പറ്റുന്നുണ്ട്. നയൻതാരയ്ക്ക് നിരവധി ആഡംബര വാഹനങ്ങളും സ്വന്തമായുണ്ട്. 3 കോടി വില വരുന്ന മേഴ്സിഡസ് ബെൻസ് മെയ്ബാക്ക്, 1.84 കോടി രൂപയുടെ BMW 7 സീരീസ്, 1.37 കോടി രൂപയുടെ ബെൻസ് GLS 350D, 1.09 കോടിയുടെ BMW X5, 94.5 ലക്ഷം രൂപയുടെ Audi Q7, 36.3 ലക്ഷം രൂപ വില മതിക്കുന്ന ഫോർഡ് എൻഡവർ, 26.4 ലക്ഷം രൂപ വില മതിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ എന്നിവ കൂടാതെ 48 കോടി രൂപയോളം വിലയുള്ള ഒരു സ്വകാര്യ ജെറ്റും നയൻതാരയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ നിരവധി ആഡംബര വീടുകളും ഫ്ളാറ്റുകളും നയൻതാരയ്ക്ക് സ്വന്തമായുണ്ട്. ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, കേരളം എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നയൻതാരയ്ക്ക് ഫ്ളാറ്റുകളും വീടുകളുമുണ്ട്. നയൻതാരയുടെ പൂർവിക വീട് കേരളത്തിലെ ഏറ്റവും ആഡംബരത നിറഞ്ഞ വീടുകളിൽ ഒന്നാണ്. മറ്റ് 2 എണ്ണം ഹൈദരാബാദിലെ ഏറ്റവും സമ്പന്നമായ ഏരിയയായ ബെഞ്ചാര ഹിൽസിന്റെ പരിസരത്താണ്. ഭർത്താവായ വിഘ്നേഷ് ശിവനും മക്കളായ ഉയിരിനും ഉലകത്തിനുമൊപ്പം നയൻതാര താമസിക്കുന്ന ചെന്നൈയിലെ വിശാലവും ആഡംബരപൂർണവുമായ 2 മാളികകൾക്ക് 100 കോടി രൂപയിലധികം വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ മുംബൈയിൽ സീവ്യൂ ഉള്ള ഒരു ഫ്ളാറ്റും നയൻതാര വാങ്ങിയിട്ടുണ്ട്. നയൻതാരയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 200 മുതൽ 230 കോടി രൂപ വരെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മലയാളത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10 നടിമാരെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.